ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഈ വീഡിയോയിലൂടെ 2006 പുറത്തിറങ്ങിയ സിനിമകളെക്കുറിച്ചാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഒരുപിടി മികച്ച ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങിയ വർഷമാണ് 2006. 50ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തിയെന്നാണ് അനൗദ്യോഗിക കണക്ക്. എല്ലാ വർഷത്തെയും പോലെ തന്നെ വാണിജ്യപരവും കലാമൂല്യമുള്ളതും പരീക്ഷണ സിനിമകളും പ്രദർശനത്തിനെത്തി. കേരളക്കര ഏറ്റവും സുന്ദരമായ ക്യാമ്പസ് ചിത്രം പ്രദർശനത്തിനെത്തിയതും ഈ വർഷമാണ്. ലാൽ ജോസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, ജയസൂര്യ, നരൈൻ, കാവ്യ മാധവൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ക്ലാസ്മേറ്റ്സ് തിയേറ്ററുകളിൽ വമ്പിച്ച വിജയം നേടി. മലയാളത്തിൻ്റെ മഹാനടന്മാരായ മമ്മൂട്ടിക്കും ലാലേട്ടനും വേറിട്ട കഥാപാത്രങ്ങൾ കൊണ്ട് അക്കലവും പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ സറ്റയറിലെത്തിയ ദിലീപ് ചിത്രം ദ ലയൺ, യുദ്ധമുഖത്തെ ഭീകരത പറഞ്ഞ മേജർ രവി ചിത്രം കീർത്തിചക്ര, മമ്മൂട്ടി കോമഡി കൈകാര്യം ചെയ്ത് വിജയമാക്കിയ തുറുപ്പുകൊല്ലാൻ ഇവയൊക്കെ ആരാധകരെ കയ്യിലെടുക്കാൻ സാധിച്ച സിനിമകളാണ്. ഇനി 2006 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടിയവരെക്കുറിച്ച് പരിചയപ്പെടാം. ആ കൊല്ലത്തെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജ് ആയിരുന്നു. വാസ്തവം എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിനായിരുന്നു അവാർഡ്. ആ കൊല്ലത്തെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർവശിയായിരുന്നു. മധുചന്ദ്രലേഖയായിരുന്നു സിനിമ. ആ കൊല്ലത്തെ പോപ്പുലർ ഫിലിമായത് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴും ക്യാമ്പസ് ചിത്രങ്ങളുടെ കണക്കിലെടുത്താൽ 1ാം സ്ഥാനത്തുള്ളത് ഈ ചിത്രമാണ്. ബെസ്റ്റ് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദൃഷ്ടാന്തം. സുകുമാരൻ നായർ ആയിരുന്നു ആ സിനിമയുടെ സംവിധായകൻ. ബെസ്റ്റ് സെക്കൻഡ് ആക്ട്രസായി തിരഞ്ഞെടുത്തത് പത്മപ്രിയ ആയിരുന്നു. കറുത്ത പക്ഷികളിലെ പ്രകടനത്തിനായിരുന്നു അവാർഡ്. നമ്മൾ വളരെ കുറച്ച് സിനിമകളുടെ പേര് മാത്രമേ ഈ വീഡിയോയിലൂടെ പരാമർശിച്ചിട്ടുള്ളൂ. മമ്മൂട്ടിയുടെ പോത്തൻ വാവയും, മോഹൻലാലിൻ്റെ ഫോട്ടോഗ്രാഫറും, ദിലീപിൻ്റെ ദ ഡോണും ചെസ്സും, സുരേഷ് ഗോപിയുടെ രാഷ്ട്രം, ഇവയൊക്കെ ഈ കൊല്ലം തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള സിനിമകളാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ജയറാം അഭിനയിച്ച ആനച്ചന്തമാണ്. ആനയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ഉത്സവങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആ സിനിമ ഇഷ്ടമാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.